നെക്സ്റ്റ് സീൻ നമ്മുടെ സ്റ്റാൻലി ജോസഫിൻ്റെ വീടാണ്. അവിടുത്തെ കാവൽ നായ്ക്കളെയൊക്കെ ഇങ്ങനെ കളിപ്പിച്ചും അതിൻ്റെയൊക്കെ കൂടി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അലീനെ തകർത്ത് അവർ രണ്ടുപേരും കൂടെ സെൽഫി എടുക്കുകയാണ്. അപ്പോൾ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, ഈ സെൽഫിയൊക്കെ എടുത്ത് എനിക്ക് എത്ര പേർക്ക് അയച്ചു കൊടുക്കണ്ടേന്ന് അറിയാമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ഭയങ്കര കൊഞ്ചലും കാര്യമൊക്കെയാണ്. എന്നിട്ട് അലീന അവരോട് പറയുകയാണ്, എനിക്കിവിടെ വേറെ പണിയൊന്നും നിങ്ങൾക്ക് അറിയാമല്ലോ, ആ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്നെ എന്തായാലും സഹിച്ചേ പറ്റൂ. എന്നിട്ട് ഇങ്ങനെ അവൾ പറയുകയാണ്, ബാക്കിയുള്ള എല്ലാ അംഗങ്ങളെ പറ്റിയിട്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞു, അപ്പം നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ അത് മോശമല്ലേ, അപ്പം അതുകൊണ്ടാണ് നിങ്ങളുടെ ഫോട്ടോയൊക്കെ എടുത്ത് അയച്ചതെന്നും പിന്നെ നിങ്ങൾ ഭയങ്കര തൊട്ടാവാടികളാണെന്നും ഒക്കെ പറഞ്ഞാൽ അതിനിങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക പുള്ളിക്കാരത്തി. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞിരിക്കുന്നു, ക്ലാസ് ഡിസ്പോസ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ ഇവളോട് ഇങ്ങനെ ഈ പട്ടിക്കുട്ടികളോടൊക്കെ ഇങ്ങനെ ഓരോന്ന് കൊഞ്ചിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ ഇങ്ങനെ മാറിയിട്ട് ഇവൾ എന്നെ കാണിക്കണേന്നും പറഞ്ഞിട്ട് ദൂരെ മാറി നിന്ന് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുകയാണ് നമ്മുടെ ബൈജുവും പൗലോസേട്ടനും. അവളിങ്ങനെ ഇറങ്ങാൻ നേരത്ത് അവരോട് പറയണം, ഈ പട്ടികളോട് പറയണം, ബാ നമുക്ക് ഇനി അങ്ങോട്ട് പോകാം കേട്ടോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും രണ്ടുപേരും ചാടി ഇറങ്ങി. അങ്ങനെ അവർ ആ ഒരു ഹോളിൻ്റെ ആ ഒരു സ്ഥലത്തോട്ടൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ അവർ 3 പേരും 2 പട്ടികളും ഈ അലീനയും കൂടി ഇങ്ങനെ നടന്ന് പോവാണ്. അപ്പം അന്നേരത്തേക്കിനും നമ്മുടെ പൗലോസേട്ടനും ബൈജുവും കൂടെ പറയണം, അല്ല എൻ്റെ പൗലോസേട്ടൻ, ഇതൊരു വല്ലാത്ത അത്ഭുതം തന്നെയാണ്, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ കടിച്ച് തിന്നാൻ നിൽക്കുന്ന പട്ടികളാണ്. ഈ കൊച്ച് വന്ന് അന്ന് മുതൽ ഇതിൻ്റെ അടുത്തൊന്നും മാറില്ല, 2 എണ്ണം ഇവളുടെ കൂടെ തന്നെയാണ്, അത് വല്ലാത്തൊരു കാര്യം തന്നെ അല്ലേ എന്നിങ്ങനെ പറയുക. അപ്പോൾ പറയണം, അത് ഈ കൊച്ചിനെന്തോ മുൻപരിചയമുള്ള പോലെയാണ് ഈ പട്ടികൾ ഇവളുടെ കൂടെ നടക്കണമെന്ന്. പണ്ടൊരു ദിവസം ഒരു സിനിമാക്കാരനെങ്ങാണ്ട് വന്നു പോലും ഈ പട്ടീനെ ചോദിച്ചുകൊണ്ട്, അങ്ങനെ പട്ടീനെ ചോദിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കിനും അയാളെ അറഞ്ചും പുറഞ്ചും കീറി വിട്ടിട്ടാണ് അന്ന് വിട്ടതെന്ന് അതിലൊരു പട്ടി. അപ്പോൾ അന്നേരം ഇങ്ങനെ പൗലോസേട്ടൻ പറയണം, ആ പട്ടിയാണ് ഇപ്പം എന്താ ഇവളുടെ പിന്നാലെ ഒരു മണോണാഞ്ചനെ പോലെ ഇങ്ങനെ ചേർന്ന് നടക്കണേന്ന്. അപ്പം ബൈജുവിൻ്റെ ഒരു കഥ പറയാണ്, പണ്ട് ഇയാൾ ആദ്യമായിട്ട് ഈ വീട്ടിൽ വന്ന ദിവസം ആ പട്ടിയാണെങ്കിൽ ഇവനെ ഇവിടൊക്കെ ഓടിച്ച് അവസാനം ഇയാൾ മരത്തിൽ ചാടി കയറി, പിന്നെ കേണൽ സാർ വന്നിട്ടാണ് പുള്ളി മരത്തിൽ നിന്ന് ഇറങ്ങി വന്നതെന്ന്. അപ്പോൾ ആ പൗലോസ് പറയാണ്, ഒന്ന് സൂക്ഷിക്കണം, ഈ പെണ്ണ് നല്ല കാഞ്ഞ എനവാണ്. അപ്പം അന്നേരം ബൈജു അത് ശരിയാക്കുകയാണ്. അപ്പോഴേക്കും കുക്കറിൻ്റെ വിസിൽ കേൾക്കുമ്പോഴത്തേക്കിനും പുള്ളി, അയ്യോ എത്രാമത്തെ വിസിലാന്ന് ഞാൻ മറന്നു പോയില്ലോ എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ പാഞ്ഞു ഓടുകയാണ് അങ്ങോട്ട്. അപ്പോഴത്തേക്കിനും ബൈജു ഒരു ആത്മകഥം പറയാണ്, അപ്പം ഇന്നും കഞ്ഞിയാണല്ലേ എന്നിങ്ങനെ പറയുന്നു. എന്നിട്ടിങ്ങനെ പുള്ളിക്കാരത്തി ഉള്ളിലോട്ട് കയറി പോവാണ്. അപ്പോഴത്തേക്കിനും കയറി പോകുന്നിട്ട് ചെരുപ്പ് വരുന്ന സമയത്ത് ഇങ്ങനെ ബാ എന്ന് വിളിക്കുമ്പോഴത്തേന് 2 എണ്ണം അവളുടെ ഒപ്പം പോവാണ്. അപ്പോഴത്തേന് വീണ്ടും ഈ ബൈജു ഇങ്ങനെ ആലോചിച്ചിട്ട്, ഇതിന് എങ്ങനെയാണോ ഈ സംഭവം നടക്കണത്, ആ കൊച്ചിനോട് തന്നെ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കയറി പോവാം. പിന്നെ നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് നമ്മുടെ കടപ്പാട്ടൂർ വീടാണ്. അവിടെ എന്തോ കാര്യമായിട്ട് ഇങ്ങനെ കുത്തിക്കുറിച്ചുകൊണ്ടും ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന വൈജയന്തി, തൊട്ടപ്പുറത്ത് ഫോണിൽ ഇങ്ങനെ കണ്ടോരെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബബിതയും കൃഷ്ണമോളും കൂടെ ഫോൺ നോക്കിയിട്ട് എന്തൊക്കെയോ കാര്യം പറയണേ, രണ്ടുപേരും തമ്മിൽ ചിരിക്കണതും ഫോണിൽ നോക്കണം. അപ്പം ഇതിങ്ങനെ ഇടയ്ക്കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് വൈജയന്തി. ഇപ്പം നേരെ ബാക്കിലിരിക്കുക പുള്ളിക്കാരത്തി. ഇപ്പം ഇവരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, എന്നിട്ട് പിന്നെയും എഴുതുന്നുണ്ട്. അപ്പം 2-3 ടാപ്പത്തിന് പുള്ളിക്കാരത്തി ഡിസ്ട്രാക്റ്റഡ് ആവുകയാണ്. എന്നിട്ട് ഇതെന്നാന്ന് അറിയണമല്ലോ എന്നുള്ള മട്ടുമ്പോൾ അതിൽ പുള്ളിക്കാരത്തി ഇങ്ങനെ വലിഞ്ഞ് വരികയാണ്. അവിടെ വന്നിട്ട് ഒറ്റ ബഹളം, നിനക്ക് 2-3 പഠിക്കാനില്ലേ, നീയൊക്കെ എന്നെ അടുക്കും, കുറേ നേരമല്ലോ 2 കൂടെ ഫോണിൽ പണിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോള് പറയുകയാണ്, ഞങ്ങളുടെ സ്റ്റഡി ടൈം ആയിട്ടില്ല എന്ന്. അപ്പോൾ ഉടനെ വൈജയന്തിയൊക്കെയാണ്, എന്ത് ടൈമാണ്? അപ്പം നമ്മുടെ ബബിത പറയുകയാണ്, ഞങ്ങളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് സ്റ്റഡി ടൈം ഉണ്ട്, ആ ഒരു ടൈമിൽ ഞങ്ങൾ പഠിക്കാനിരുന്നുള്ളൂ. അപ്പോഴത്തേനും വൈജയന്തി ഭയങ്കരമായിട്ട് കലിപ്പാക്കുകയാണ്, ആ ഒരു ടൈമിൽ മാത്രം പഠിച്ചാലേ നിൻ്റെയൊക്കെ തലയിലോട്ട് കയറത്തുള്ളൂ, അപ്പോഴത്തേനും ഞങ്ങളുടെ ഇതനുസരിച്ച് ചെയ്തോളാം എന്ന് പറയുമ്പോഴത്തേനും അങ്ങനെ നിൻ്റെ ഒന്നും ഇഷ്ടത്തിന് വിട്ടുതരാൻ പറ്റൂലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പുള്ളിക്കാരത്തിയോട് മൂപ്പിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ബബിതയാണ്, അമ്മയ്ക്ക് എന്നാ പ്രശ്നം, എന്നെ തല്ലൂടാനായിട്ട് വരുവാണോ? നമ്മുടെ ബബിത ചോദിക്കുകയാണ്, അല്ല അമ്മയുടെ സൗകര്യത്തിന് ഈ കാര്യങ്ങളൊക്കെ നോക്കാൻ കുറച്ച് നാൾക്ക് മുമ്പ് അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് പുള്ളിക്കാരത്തി ഒന്നുകൂടെ ഓർത്തിട്ട് പറയാണ്, അല്ല അമ്മ ഉണ്ടായിരുന്ന സമയത്തും ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ. അപ്പോഴത്തേനും കൃഷ്ണമോള് പറയണം, അമ്മ ഞങ്ങളൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും പഠിക്കാനിരുന്നോളാം, എന്നിട്ട് ഇപ്പം ഞങ്ങളൊന്ന് ജസ്റ്റ് ഫോണിൽ കണ്ടോട്ടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിന് നമ്മുടെ വൈജയന്തി പറയുകയാണ്, ഇവള് പറഞ്ഞൊക്കെ എനിക്ക് മനസ്സിലായി, നിൻ്റെയൊക്കെ ടൈം ടേബിൾ ഇങ്ങനെ ശരിയാക്കി തരാട്ടോ എന്നിങ്ങനെ പറയാം. അപ്പോഴേക്ക് കൃഷ്ണമോളിങ്ങനെ ബബിതയോട് പറയണം, ചേച്ചിനോട് ഞാൻ പറഞ്ഞതല്ലേ അമ്മേനോട് ചുമ്മാ തല്ലൂടാൻ നിൽക്കണ്ടെന്ന്, നിങ്ങൾ രണ്ടുപേരും വർത്തമാനം പറഞ്ഞ് തുടങ്ങിയത് അടിയിലേ അവസാനിക്കുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കൃഷ്ണമോള് പറയണം. അപ്പോഴത്തേനും ബബിത പറയണം, എന്നാ നീ പറഞ്ഞ സാധനം തന്നെയല്ലേ ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ പറയുമ്പോൾ
ചേച്ചിക്ക് മനസ്സിലായില്ലേ എന്നാ അതിൻ്റെ കാര്യം നമ്മ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതിൻ്റെ. അപ്പോൾ ഉടനെ ബബിത പറഞ്ഞില്ല മനസ്സിലായില്ല. ഈ ചേച്ചിയുടെ ഒരു കാര്യം തൊട്ട് ഇങ്ങനെ തലയ്ക്കൊരു കിഴുക്ക് കൊടുത്തിട്ട് പറയുകയാണ്, അല്ല ചേച്ചി ആയിരുന്നല്ലോ അമ്മയുടെ മാനസപുത്രി, അമ്മയുടെ തനിപ്പകർപ്പ്. ആ ബബിതേച്ചി മാറിയപ്പോഴത്തേക്കിനും ബബിതേച്ചിയുടെ സ്വഭാവം മാറി ഒന്ന് നന്നായപ്പോഴത്തേക്കിനും അതമ്മയ്ക്ക് ഇഷ്ടമായില്ല. അതാണ് കാര്യം. ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്ത് തിരിഞ്ഞു നോക്കാൻ ബബിത ഇങ്ങനെ ഒരു കൈയൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ഇതെന്നാന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയണേ, ഞാൻ മാറിയിട്ടൊന്നുമില്ല, ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ്, വല്ലാത്തൊരു കണ്ടുപിടുത്തമായി പോയിട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്ത് ഇങ്ങനെ പറയാണ്. ശരി ശരി എന്നും പറഞ്ഞിട്ട് നമുക്കിനി ബാക്കി ഫോട്ടോസ് നോക്കാമെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ഫോട്ടോസൊക്കെ കാണും. അവർ പിന്നെയും ഫോട്ടോ കാണുമ്പോഴത്തേക്കിന് അവരിങ്ങനെ ഫേഡ് ഔട്ട് ആകുമ്പോഴത്തേക്കിന് തൊട്ടിപ്പുറത്ത് നമ്മുടെ വൈജയന്തിനെ കാണിക്കുന്നുണ്ട്. വൈജയന്തി ഇങ്ങനെ വീണ്ടും ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ക്രൂരമായിട്ട് ഇങ്ങനെ നോക്കുക, ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്ന അപ്പോഴത്തേക്കിനൊരു ഒരു ടെൻഫുള്ളായിട്ടുള്ള ഒരു BGM കൂടെ സെറ്റായപ്പോഴത്തേക്കിന് ഒരു വല്ലാത്ത എഫക്റ്റായിരുന്നു. അപ്പോഴേക്കും ആ ഒരു ഇതങ്ങോട്ട് മാറാതെ തന്നെ എന്നുവെച്ചാൽ ആ ഒരു ഫുൾ ആംബിയൻസ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുമ്പോൾ തന്നെ ദേ ഇറങ്ങി വരുന്നു നമ്മുടെ ബാലേന്ദ്രൻ. ആ വരുന്ന വഴിക്ക് തന്നെ ഇങ്ങനെ ഇറങ്ങുമ്പോഴാണ് നമ്മുടെ വൈജയന്തി അവിടെ ഇരിപ്പാണല്ലോ. വൈജയന്തിനെ ഇങ്ങനെ രൂക്ഷമായി നോക്കുന്നു. വൈജയന്തി അത്ര രൂക്ഷമല്ലാത്തൊരു ഭാവത്തിൽ പുള്ളിക്കാരൻ നോക്കും. രണ്ടുപേരുടെയും കണ്ണിങ്ങനെ ഉടക്കുന്നു. മൈൻഡാക്കാണ്ട് നമ്മുടെ ബാലേന്ദ്രൻ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ബാലേന്ദ്രൻ വന്ന് നമ്മുടെ ബബിതനോടും കൃഷ്ണമോളിലും ചോദിക്കണം, എന്താണ് രണ്ടുപേരും കൂടെ ഒരു ഗൂഢാലോചന എന്നെടുക്കുവാന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോഴത്തേക്കിന് ബബിത പറയാണ്, ഒരു ഗൂഢാലോചനയില്ല, ഞങ്ങളിതേ അലീനേച്ചി അയച്ചു തന്നിട്ട് പിക്സൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. കേട്ടപ്പോഴത്തേനും മറ്റേ ജിറാഫ് തലപ്പൊക്കി നോക്കണ പോലെ നമ്മുടെ വൈജയന്തി തലപ്പൊക്കമാണ്. പുള്ളിക്കാരത്തിയുടെ നെഞ്ചത്ത് ഒരു ഇടിമിന്നൽ അടിച്ച പോലെ ഇങ്ങനെ സ്ട്രക്കായിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കിനും നമ്മുടെ ബാലേന്ദ്രൻ ഒരുമാതിരി ഒരു നോട്ടം അങ്ങോട്ട് നോക്കിയിട്ടും കൂടെ ഒച്ച കൂട്ടിയിട്ട്, ആഹാ അലീന ചേച്ചി അയച്ച ഫോട്ടോയാണോ, എന്നെ ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ ചെയറൊക്കെ കൂടി നീക്കിയിട്ട് ഫുൾ ഭയങ്കര സെറ്റപ്പായിട്ട് കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ കൃഷ്ണമോള് പറയാണ്, ഇതേ അവിടുത്തെ പട്ടിക്കുട്ടന്മാരുടെ കൂടെ രാവിലെ തന്നെ ഫോട്ടോഷൂട്ടാണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു, ഇവന്മാരുടെ കൂടെയായിരുന്നു. അപ്പോഴത്തേനോട് ബാലേന്ദ്രൻ പറയാണ്, ഇവന്മാരായിരുന്നോ, അയ്യോ ഇവന്മാരെ ഞാനല്ലേ ആദ്യം കണ്ടേ, ഞാനും ഗോവർദ്ധനും കൂടെ അന്ന് പോയപ്പോഴത്തേനും ഇവന്മാരുടെ പെർമിഷനൊക്കെ വാങ്ങിയിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. ഞാനാണെങ്കിൽ ഒരു ഇതിൽ അങ്ങോട്ട് കയറിയത്. അതേസമയം ഗോവർദ്ധനാണെങ്കിൽ ഒടുക്കത്തെ പേടിയായിട്ട് ആ ഒരു വണ്ടിക്ക് അകത്തുനിന്ന് ഇറങ്ങിയതേ ഇല്ല, അവിടെ അങ്ങനെ ഇരിക്കുമായിരുന്നു. എങ്ങാനും ഡോറെങ്ങാനും തുറന്ന് ഇവന്മാരും ഒന്ന് കടിക്കുമോ എന്നുള്ള പേടിച്ചിട്ട്. എന്തെങ്കിലും ഈ സ്റ്റോറിയൊക്കെ ഭയങ്കര എക്സാജറേറ്റഡ് ആയിട്ട് ഇങ്ങനെ നറേറ്റ് ചെയ്യുകയാണ് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഇതിങ്ങനെ മാറി നമ്മുടെ വൈജയന്തി അവിടെ തന്നെ ഇരിക്കുന്നു. എഴുതുന്നുണ്ടെങ്കിൽ പോലും പുള്ളിക്കാരത്തിൻ്റെ ഫുൾ ശ്രദ്ധ ഇങ്ങോട്ടേക്കാണ്. അപ്പോഴത്തേക്കിനും ബബിത ആണോ വെച്ചാന്ന് പറയുമ്പോൾ പിന്നെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും ഭയങ്കര ചിരിച്ച് കളിച്ച് സന്തോഷത്തിലൊക്കെ പറയുകയാണ്. അപ്പോഴത്തേനും പിന്നെയും പുള്ളിക്കാരൻ കുറച്ചുകൂടെ ഒച്ച കൂട്ടിയിട്ട് പറയാം, അലീന ജോലി ചെയ്യുന്ന വീട്ടിലെ സെക്യൂരിറ്റി ഗാർഡ്സാണ്. ഇവന്മാരുടെ കണ്ണ് വെട്ടിച്ച് നമുക്ക് അങ്ങോട്ട് കയറാനേ പറ്റത്തില്ല, നമ്മളൊന്ന് അനങ്ങിയ അവന്മാരും അറിയും എന്നൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയാം. അവിടെ കൃഷ്ണ ചോദിക്കുകയാണ്, എന്നിട്ടാണോ ചേച്ചീൻ്റെ ഒപ്പം ഇങ്ങനെ ഒട്ടി ഇവന്മാർ നിൽക്കണത് എന്ന്. അപ്പോഴത്തേക്കിന് നമ്മുടെ ബാലേന്ദ്രൻ പറയാണ്, അവൾക്ക് അല്ലെങ്കിലും പണ്ടേ പട്ടീനെ ഭയങ്കര ഇഷ്ടമല്ലേ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടായോ, നിങ്ങൾക്ക് നമ്മുടെ റിങ്കുവിൻ്റെ കാര്യമൊക്കെ അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുക. എന്നിട്ട് ഇങ്ങനെ ബാലേന്ദ്രൻ തിരിഞ്ഞൊന്ന് നോക്കിയിട്ട് പറയാണ്, ഈ പ്ലാന്ററോട് തോന്നിയൊരു ബോണ്ട് ആ സെയിം ബോണ്ട് ഈ നായ്ക്കൾക്ക് അവളോടും തോന്നിയിട്ടുണ്ടാവും. എന്നിട്ടിങ്ങനെ പറഞ്ഞു, ഒരു സ്പെഷ്യൽ ബോണ്ട് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ അലീന നമ്മുടെ വൈജയന്തി ഇങ്ങനെ എഴുതുമല്ലോ, പുള്ളിക്കാരത്തെ ഇങ്ങനെ ആ പറഞ്ഞത് ഇങ്ങനെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തെ ഇങ്ങനെ ശ്രദ്ധിക്കുക. അപ്പോഴേക്കും ബബിത പറയണം, എന്തായാലും നമ്മുടെ അലീനേച്ചി അവിടെ ഹാപ്പിയാണ്, അങ്ങനെ ഇരുന്നാൽ മതി. അന്നേരം ഉടനെ നമ്മുടെ ബാലേന്ദ്രൻ പറയാണ്, അവളവിടെ ഹാപ്പി ആയിരിക്കും എന്നിങ്ങനെ പറയണം. എന്നിട്ട് ഇങ്ങനെ പുള്ളി പറയണം, എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് അവളെ ഒന്ന് വിളിച്ചു നോക്കാം. ഇത് കേട്ടപ്പോഴത്തേന് വൈജയന്തിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. വൈജയന്തിയുടെ മുഖഭാവമൊക്കെ ഒന്ന് മാറിയപ്പോഴത്തേക്കും അപ്പം ബാലേന്ദ്രൻ അവളെ വിളിക്കുന്നപ്പോൾ അവൾ ഫോണെടുത്തിട്ട് ഹലോ അച്ഛാ എന്നിങ്ങനെ പറയുന്നു. അപ്പം അച്ഛൻ എപ്പോൾ എത്തിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ശേഷമൊക്കെ ചോദിക്കുകയാണ്. അപ്പം രാവിലെ എത്തിയെന്നൊക്കെയുള്ള കാര്യം പറയണം. അപ്പം ബബിത പറഞ്ഞു, ഇതേ ഞാനും ഉണ്ടേന്ന് പറഞ്ഞു. അപ്പം തൊട്ട് പിന്നാലെ കൃഷ്ണമോൾ ഞാനും ഉണ്ട് കേട്ടോ എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയുമ്പോഴത്തേക്കിന് അലീന പറയണം, എല്ലാവരും ഉണ്ടല്ലേ. അപ്പോഴേക്കും നമ്മുടെ അലീന പറയാണ്, അല്ല നിങ്ങളുടെ സ്റ്റഡി ടൈം ആയില്ലേ പിള്ളേരെ, നിങ്ങൾക്കൊന്നും പഠിക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിന് ബബിത പറയാണ്, ഞങ്ങൾ പഠിക്കും ചേച്ചി, അത് അച്ഛനിപ്പം ഇങ്ങോട്ട് വന്നേല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു എക്സ്ട്രാ ടൈം ഇങ്ങോട്ട് എടുത്തതാട്ടോ, പഠിക്കാട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ അരിശം വരികയാണ് നമ്മുടെ വൈജയന്തിക്ക്. ഈ പറയുന്നതൊക്കെ കൂടെ കേട്ടിട്ട് പുള്ളിക്കാരത്തേക്ക് സഹിക്കണില്ല. അപ്പോഴത്തേക്കിന്
ആ ആ എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യ്, സമയമൊന്നും കളയാൻ നിൽക്കണ്ട, രണ്ടുപേരും പോയി പഠിച്ചേന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേന് ഞങ്ങൾ പോവാം കേട്ടോ, പോവാം, ശരി, ബൈ ബൈ ടാറ്റ, ഭയങ്കര സ്നേഹത്തോടെ ഭയങ്കര ക്യൂട്ടായിട്ട് ഇങ്ങനെ ഇവരിങ്ങനെ ബൈ ബൈ ടാറ്റ ഒക്കെ പറയാണ്. അപ്പം നമ്മുടെ കൃഷ്ണമോള് പറയാണ് ഞങ്ങൾ അടുത്ത ബ്രേക്ക് ആകുമ്പോഴത്തേക്കിന് വിളിക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വീണ്ടും നമ്മുടെ ഇതെല്ലാം കൂടെ സഹിക്കണില്ല, ഒരു കുരു പൊട്ടാറായിട്ട് നിൽക്കുകയാണ് നമ്മുടെ വൈജയന്തിക്ക്. പോകാനായിട്ട് തുടങ്ങുമ്പോഴത്തേനാണ് ബബിത ചോദിക്കുകയാണ്, അതേ ഒരു കാര്യം കൂടിയേ, ഞങ്ങൾ എപ്പോഴാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കിന് നമ്മുടെ അലീന പറയണം, അതൊക്കെ നമുക്ക് ചെയ്യാമെന്നേ, അതൊക്കെ നമുക്ക് നോക്കാം പറയാണ്. പക്ഷെ നിങ്ങൾ ആദ്യം അതിന് അച്ഛൻ്റെ പെർമിഷൻ എടുക്കണം കേട്ടോ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിന് അച്ഛൻ്റെ പെർമിഷനൊക്കെ കിട്ടും എന്നിങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണമോള് പറയുകയാണ്. അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛൻ്റെ സമ്മതമല്ലേ അച്ഛാ? പുള്ളിക്കാരൻ്റെ ഒരു മരം ഇങ്ങനെ ജാട ഇട്ടിട്ട് ഇങ്ങനെ മൈൻഡ് ആക്കാണ്ടിരിക്കുക. അപ്പോഴത്തേനും ബബിത ഞങ്ങളെ കൊണ്ടുപോവച്ചാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പറയാടെ എന്നോ ഇങ്ങനെ മൂളിയിട്ട് പറയണം, അതിനൊക്കെ സമയമുണ്ട്, ഇപ്പം എൻ്റെ രണ്ട് മക്കളും പോയി പഠിച്ചേ എന്നും പറഞ്ഞിട്ട് അവരെങ്ങനെ പറഞ്ഞു വിടുകയാണ്. അപ്പം ഇതൊക്കെ പറയണ സമയത്ത് ഇപ്പം വീട്ടിലേക്ക് പോകുന്ന കാര്യം പറഞ്ഞപ്പോഴേ അവിടെ നിന്ന് ഒരാൾ ഇരുന്ന ആൾ പെട്ടെന്ന് എണ്ണീക്കുന്നുണ്ട്. ആളിങ്ങനെ എണ്ണീറ്റിട്ട് ഇപ്പം എല്ലാം സ്ലോ മോഷനിലാണ് എണ്ണീക്കണത്, വയ്യാല ഉള്ളിക്കാരത്തേക്ക്. അവരിങ്ങനെ എണ്ണീറ്റ് പയ്യെ ഇങ്ങനെ ഇതെല്ലാം ഇങ്ങനെ കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരെ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്. അപ്പോൾ രണ്ടുപേരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് പഠിക്കാനായിട്ട് രണ്ടുപേരും കൂടെ പോവുകയും ചെയ്തു. അപ്പോഴത്തേനും നമ്മുടെ അലീന ആച്ച പറഞ്ഞോന്നും പറഞ്ഞിട്ട് ബാക്കി സംസാരിക്കുകയാണ്. പിള്ളേർ ഭയങ്കര സന്തോഷത്തോടെ ആവേശത്തോടെ പഠിക്കാനായിട്ട് പോയപ്പോഴത്തേക്കിന് അവിടെ ഒരു സാധനം എണ്ണീറ്റ് ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ പുള്ളിക്കാരത്തെ ഇങ്ങനെ വിളിച്ചു, രണ്ടുപേരും അവിടെ നിന്ന് നിന്നേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും അവളുടെ അടുത്ത് പോകാതെ ജീവിക്കാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ ഭയങ്കര ദേഷ്യമായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴത്തേനും ഇവിടെ വൈചിന്തിക്കുകയാണ്, നിങ്ങൾക്കൊക്കെ നാണമില്ലേ ഈ കണ്ടോളുമാർ പോയിടത്തോട്ട് പിന്നെ അങ്ങോട്ടൊക്കെ വലിഞ്ഞു നിന്ന് കയറാനായിട്ട്? പിന്നെ ബ്രാക്കറ്റിലായിട്ടൊരു ഡയലോഗും കൂടെ, ഇവിടുത്തെ ദുർനടപ്പ് കാരണം പറഞ്ഞു വിട്ട വേലക്കാരിയുടെ വീട്ടിലേക്ക് പിന്നെ അങ്ങോട്ടേക്ക് ചെന്ന് കയറുന്നത് എന്നിങ്ങനെ പറഞ്ഞു. ഇങ്ങനെ എന്നിട്ട് പുള്ളിക്കാരത്തെ പറയണം, അച്ഛൻ്റെ മക്കൾ തന്നെ നാണവും മാനവും ഏഴയിലത്തൂടെ പോയിട്ടില്ല രണ്ടിൻ്റെയും എന്നിങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേനും നമ്മുടെ ബബിതയ്ക്ക് ദേഷ്യം വന്നു. ബബിത ഇങ്ങനെ കഴിച്ചുകൊണ്ടിട്ട് ദേ അമ്മയെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ കൃഷ്ണമോൾ ഇങ്ങനെ തട്ടിയിട്ട് ചേച്ചി മിണ്ടല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ ആലിയനോട് സംസാരിക്കുകയാണ്, എങ്ങനെ ഇന്നലത്തെ ഉറക്കമൊക്കെ ശരിയായോ? ഇങ്ങനെ കോളിന്ന സമയത്ത് പാരലായിട്ട് തൊട്ടുപുറത്ത് ഇപ്പോണ്ട് വൈജയന്തിയൊക്കെ. അപ്പോൾ അന്നേരം വീണ്ടും വൈജയന്തി പറയണം, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, മാനവും മര്യാദയ്ക്ക് ഇവിടെ താമസിക്കുവാണെങ്കിൽ ഇവിടെ നിന്നാൽ മതി രണ്ടെണ്ണവും, ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം ഈ വീടിൻ്റെ പുറത്ത് പൊക്കോണം, അത് ഇങ്ങനെ ചെയ്തുകൊണ്ട് ഒരെണ്ണം ഈ വീടിപ്പടി കയറരുതെന്ന് ഇങ്ങനെ പുള്ളിക്കാരത്തി ഇങ്ങനെ ഭയങ്കരമായിട്ട് പറയുകയാണ്. ഏക്കിനും നമ്മുടെ ബബിത ചോദിക്കുകയാണ്, ഓ ആ കാരണം കൊണ്ടായിരുന്നു അമ്മ പുറത്തു പോയത് വീടിന്, എന്നിട്ട് പിന്നെ എന്താ അമ്മ തിരിച്ചു വന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേനും നമ്മുടെ വൈജയന്തിക്ക് ഭയങ്കര ദേഷ്യം വന്നിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ ചൂടായിട്ട് പറയുകയാണ്, നീ എന്നാ അടി പറഞ്ഞു എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയുമ്പോഴത്തേനും ബാലേന്ദ്രൻ ഇതിങ്ങനെ കേൾക്കണം. അപ്പോൾ ബാലേന്ദ്രൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് എന്നെ അവിടെ ഒരു തർക്കം, എന്നെ അവിടെ പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ മൂന്നുപേരും കൂടി ഇങ്ങനെ ഞെട്ടിയിട്ട് ഇങ്ങനെ നോക്കുന്നു. ശരിക്കും നമ്മുടെ കൃഷ്ണമോൾ ഇങ്ങനെ കയറി പറയുകയാണ്, ഒന്നുമില്ല അച്ഛാ ഒന്നുമില്ല, ഞങ്ങളെ പഠിക്കുന്ന കാര്യത്തെപ്പറ്റി പറയുമായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്കാരനെ പയ്യെ അടുത്ത് അങ്ങോട്ടേക്ക് വൈജയന്തിയൊക്കെ എടുത്തോട്ട് വരികയാണ്. അന്നേരത്തേക്ക് പെട്ടെന്ന് ഈ പറയുന്ന കൃഷ്ണമോൾ ബബിതേനെ വിളിച്ചിട്ട് ബാബാ ചേച്ചി ഇങ്ങോട്ട് വന്നേ പെട്ടെന്ന് വന്നേന്ന് പറഞ്ഞിട്ട് റൂമിനകത്ത് കയറിട്ടങ്ങോട്ട് ലോക്ക് ചെയ്യുകയും ചെയ്തു. അപ്പോഴേക്കും നമ്മുടെ വൈജയന്തിയുടെ അടുത്തോട്ട് വന്ന് ബാലേന്ദ്രൻ്റെ ഡയലോഗ്, അതെ എൻ്റെ അമ്മക്കിട്ട് കയറണ പോലെ പിള്ളേരുടെ അടുത്തേക്ക് പോകരുത്, നല്ല നേരും ന്യായവും നീതിയും നിറയുള്ള പിള്ളേരാ, വെറുതെ നാണം കെടും കേട്ടോ എന്നിങ്ങനെ ബാലേന്ദ്രൻ പറയാം. അപ്പോഴത്തേക്കിനും നമ്മുടെ വൈജയന്തി പറയാനായിട്ട് ഇങ്ങനെ ഒരുങ്ങിയപ്പോഴത്തേക്കിന് ബാലേന്ദ്രൻ മതി വേണ്ട ഞാൻ കോളിലാന്നും പറഞ്ഞിട്ട് ആ മോളെന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അവിടെ അങ്ങോട്ട് പോയി. കാരണം ഇങ്ങനെ ആ മോളെ പറയടി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും നമ്മുടെ വൈജയന്തിക്ക് അവിടെ ഇഷ്ടപ്പെടാതെ വൈജയന്തി എന്നിട്ട് ഡോറടച്ചിട്ട് വൈജയന്തിയും റൂമിനകത്ത് കയറി. അപ്പോഴത്തേക്കിനും അരീനപ്പുറത്തും ചോദിക്കുന്നുണ്ട്, എന്നാ അച്ഛാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്താ പറ്റിയേ? ഇതൊക്കെ ബാലേന്ദ്രൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയാം, ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അലീന പറയാണ്, ഇവിടെ എന്നാച്ചാ ഒരു കാര്യം ചെയ്യാനില്ല, ഞാൻ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, മോക്കത് അധികം ശീലമില്ലാത്തൊരു പരിപാടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി തിരിച്ച് മറുപടി പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറഞ്ഞ് കോണി കയറിയിട്ട് നമ്മുടെ ബാലേന്ദ്രൻ റൂമിലോട്ട് പോവുകയാണ്. അപ്പം അവരുടെ ആ ഒരു ഫോൺ കോൺവെർസേഷൻ അവിടെ കഴിഞ്ഞു. നെക്സ്റ്റ് വീണ്ടും ഒരു സെറ്റപ്പ് BGM ഒക്കെ ഇട്ടിട്ട് പിന്നെ കാണിക്കും നമ്മുടെ സ്റ്റാൻലി ജോസഫിനെ കാണിക്കുമ്പോൾ എന്താ അറിയത്തില്ല, എപ്പോഴും മൊത്തം പുകയാണ്. അപ്പോൾ ആ പുകയുടെയൊക്കെ ഉള്ളിൽ കൂടെ പുള്ളി ഇങ്ങനെ വരികയാണ്. പുള്ളിക്കും ഒരു ഫോൺ കോള് വിളിക്കുന്നത് നമ്മുടെ പുള്ളിയുടെ അപ്പനാണ്. അപ്പോഴത്തേനും പുള്ളി ഇങ്ങനെ ഹലോ ലാലിച്ച എന്ന് വെച്ചപ്പോഴേ നെക്സ്റ്റ് നമ്മുടെ സ്റ്റാൻലി ജോസഫ് ചോദിക്കുന്നത്, അവിടെ എത്തിയല്ലേ വിശേഷങ്ങളൊക്കെ. നമ്മുടെ ഈ ലാലിച്ചൻ്റെ അപ്പം പറയുകയാണ്,
എടാ നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു കേട്ടോ. ആ പെണ്ണിനെ വിളിക്കാൻ പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് അറിയിക്കാൻ നിനക്ക് തോന്നിയോ? അവിടെ സ്റ്റാൻലി ജോസഫ് പറയാണ്, അന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പം അപ്പച്ചനെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞല്ലായിരുന്നോ, അതങ്ങ് അപ്പച്ചൻ മറന്നുപോയോ? അപ്പം ഈ അപ്പാപ്പൻ പറയാണ്, ഞാൻ അന്ന് നിന്നോട് എന്നാടാ പറഞ്ഞത്, നീ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞത് നിനക്ക് അങ്ങനൊരു മോളില്ലാന്ന് നീ അങ്ങ് കരുതാനല്ലേ പറഞ്ഞത്, പിന്നെ നീ എന്തിനാടാ ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിച്ചു വെച്ചത്? എടാ ബുദ്ധിയും ബോധമുള്ള ഏതെങ്കിലും മനുഷ്യർ ചെയ്യുന്ന പണിയാണോടാ നീ ഇപ്പം കാണിച്ചത് എന്നിങ്ങനെ പുള്ളി ചോദിക്കുമ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് സ്റ്റാൻലി ജോസഫ് പറയുന്നത്, അപ്പം എനിക്ക് ശരിയായിട്ട് തോന്നിയ കാര്യമാണ് ഞാൻ ചെയ്തത്, എനിക്ക് ആരോട് സമ്മതം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പിന്നെ എനിക്ക് ഇതൊന്ന് പറയണം എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അത് അപ്പച്ചനോടെല്ലാം തുറന്ന് പറയുകയും ചെയ്തു. ഈ പുള്ളി പറയുന്നത്, എൻ്റെ മോനെ, ഈ കണ്ട ചോദിക്കുന്നവരോടൊക്കെ നീ ഇതിന് മറുപടി പറയണ്ടേ? അത് പോട്ടെ, നിന്റെ ഭാര്യയോടും മക്കളോടും നിനക്ക് മറുപടി പറയണ്ടേ? അപ്പം നീ എന്നാ ചെയ്യൂടാ പറയുന്ന? നിന്റെ ഭാര്യ വീട്ടുകാരോട് ചോദിച്ചാൽ പറയണ്ടേ? പള്ളിക്കാരോട് പറയണ്ടേ? പട്ടക്കാരോട് പറയണ്ടേ? അവരൊക്കെ ചോദിക്കുമ്പോൾ ഇതിൻ്റെ സമാധാനം പറയണ്ടേ? അത് മാത്രമല്ല നിന്റെ സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകാരോടും ഒക്കെ ചോദിക്കണ്ടേ? നീ വെള്ളരിക്കപ്പട്ടണത്തിലൊന്നുമല്ലല്ലോ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പുള്ളിക്കാരിങ്ങനെ റൈസായിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാൻലി ജോസഫ് പറയണം, ഇനി ഇതിൻ്റെ പേരിൽ എന്ത് കലാപം ഉണ്ടായാലും വേണ്ടിയില്ല, അത് ഫേസ് ചെയ്യാൻ ധൈര്യത്തോടുള്ള, അത് ഫേസ് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനൊരു ഡെസിഷൻ എടുത്തത്. അപ്പോഴത്തേക്കിനും നമ്മുടെ ഈ അപാപം പറയുകയാണ്, അങ്ങനെ നീ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കേണ്ട കാര്യമാണോ ഇത്? ഇതിൻ്റെ വരുംവരായികളൊക്കെ എത്ര പേര് തന്നെ അനുഭവിക്കണം? നീ എന്താടാ അതൊന്നും ചിന്തിക്കാത്തത് എന്നൊക്കെ പറഞ്ഞ പുള്ളിക്കാരൻ ഇങ്ങനെ രോഷാകുലനാകുമ്പോഴത്തേനും നമ്മുടെ സ്റ്റാൻലി ജോസഫ് പറയാണ്, ഞാൻ അതൊക്കെ ചിന്തിച്ചിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അന്നേരം പിന്നെ കുറച്ച് സമാധാനമായിട്ട് ഈ അപ്പാപ്പൻ ചോദിക്കുകയാണ്, അല്ല ആ പെണ്ണിനെ നീ വീട്ടിലേക്ക് കൊണ്ടുവന്ന കാര്യം നീ ആരോടൊക്കെ പറഞ്ഞു എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പം നമ്മുടെ സ്റ്റാൻലി ജോസഫ് പറഞ്ഞു, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ അപ്പാപ്പൻ ചോദിച്ചു, അല്ല അവൾ നിൻ്റെ മകളാണെന്നുള്ള കാര്യം നീ അവിടുത്തെ വീട്ടുജോലിക്കാരോട് പറഞ്ഞില്ലേ? അപ്പോൾ സ്റ്റാൻലി ജോസഫ് പറഞ്ഞു, ആ പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേനും വീണ്ടും റൈസായിട്ട് അപ്പാപ്പൻ പറയണം, അവിടെ നീ എന്നെ വിവരക്കേട് കാണിച്ചത്, നീ എന്താണ് എത്രയും വിവരക്കേട് കാണിച്ചത്, അവന്മാർ നീ ലോകത്തോട് മുഴുവൻ വിളിച്ച് പറയില്ലേ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി ജോസഫ് ഒരു പുച്ഛമിട്ടിട്ട്, ഞാൻ അങ്ങനെ ആ ഒരു സത്യം അവരോട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവർ ഇതിനെ വെച്ച് വേറെ കഥകൾ ഉണ്ടാക്കും, അതിനേക്കാളും ബെറ്റർ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോൺ കോൾ അവിടെ കട്ട് ചെയ്തു. ഇന്നത്തെ എപ്പിസോഡും അവിടെ കഴിഞ്ഞു.